പുതിയ വർഷത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് വിപണി തുടങ്ങിയിരിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷം അവസാനം വലിയ കയറ്റത്തിലാണ് എന്നുള്ളതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ലാഭമെടുത്ത് പിന്മാറാനാണ് ഒത്തിരി പേര് ശ്രമിച്ചത്. കാരണം പലരുടെയും കണക്കുകൂട്ടലുകളിൽ ഇപ്പോഴത്തെ ഈ ഉയർച്ച ഒരു പരമാവധിയാണ് എന്ന് പലരും കണക്കാക്കുന്നുണ്ട്. ഇനിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാത്തിരിപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വിപണി പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ വലിയ തകർച്ചയുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള തകർച്ചകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വിറ്റ് ലാഭമെടുക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെ ഒരു പ്രകടനമായിരുന്നു ഇന്നും വിപണിയിൽ കണ്ടത്. ഇന്ന് തുടക്കത്തിൽ തന്നെ താഴ്ന്നു തുടങ്ങി, വീണ്ടും കുറേയേറെ താഴ്ന്നു. എന്നാൽ അവസാന 2 മണിക്കൂറിൽ നല്ലതുപോലെ ഉയരുകയും റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുകയും ചെയ്തു. വീണ്ടും അവസാനത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ താഴോട്ട് പോന്ന് നേരിയ ഉയർച്ചയിൽ പ്രധാന സൂചികകൾ ക്ലോസ് ചെയ്തു. അപ്പോൾ വിപണി ഉയരാനുള്ള ശ്രമത്തിലാണ്. അതേസമയം ലാഭമെടുത്ത് പിന്മാറാൻ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട്. ഏതായിരുന്നാലും മുഖ്യ സൂചികകൾ നാമമാത്ര ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും അതിൻ്റെ തരക്കേടില്ലാത്ത ഉയരത്തിലെത്തി. ഒരവസരത്തിൽ അവ ഓരോ ശതമാനം വീതം ഉയരത്തിലായിരുന്നു. പിന്നീട് ആ നേട്ടത്തിൽ ഗണ്യമായിട്ട് കുറവ് വന്നു. വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണിക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ താഴോട്ട് പോകാനുള്ള ചിന്തകൾക്ക് വേറെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനുള്ളത് ജനുവരി 5-ാം തീയതി വെള്ളിയാഴ്ച വരുന്ന GDP എസ്റ്റിമേറ്റാണ്. ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷം എത്രമാത്രം GDP ഉണ്ടായിട്ടുണ്ട്, അടുത്ത വർഷം എത്ര പ്രതീക്ഷിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു എസ്റ്റിമേറ്റ് ഗവൺമെൻറ് തന്നെ പുറത്തുവിടുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരി 1 വരുന്ന ബജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട വിഭവമാണത്. കാരണം ഇത് എത്രയാണ് എന്നുള്ള നിഗമനത്തെ ആശ്രയിച്ചാണ് ബജറ്റിൽ നികുതി വരുമാനവും മറ്റ് കാര്യങ്ങളും കണക്കാക്കുന്നത്. ഒപ്പം തന്നെ ചെലവുകളും കണക്കാക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് സംബന്ധിച്ച 5-ാം തീയതി വൈകുന്നേരം വരാൻ പോകുന്ന ഒരറിയിപ്പാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സൂചകം. അടുത്തയാഴ്ച വരുമ്പോഴേക്കും വിലക്കയറ്റം അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ വരാനുണ്ട്. ഏതായിരുന്നാലും വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണി താഴോട്ട് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിലില്ല. ഇന്ന് വാഹന വിൽപ്പനയുടെ കണക്കുകൾ കുറേ കമ്പനികൾ പുറത്തുവിട്ടു. കമ്പനികളുടെയൊക്കെ വിൽപ്പന തരക്കേടില്ലാത്ത രൂപത്തിലായിരുന്നു. പക്ഷേ വിപണി പ്രതീക്ഷിച്ചത്രയും വന്നില്ല എന്നതിൻ്റെ പേരിൽ പലതും താഴോട്ട് പോയി. ഉദാഹരണമായിട്ട് ബജാജ് ഓട്ടോ ഈ ഡിസംബറിൽ 16% കണ്ട് വിൽപ്പന വർദ്ധിപ്പിച്ചു. ആഭ്യന്തര വിൽപ്പന 28% കൂടിയപ്പോൾ കയറ്റുമതിയിൽ 2% ഇടിവുണ്ടായി. അങ്ങനെയാണ് മൊത്തം വളർച്ച 16% ആയത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വളർച്ച പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ബജാജ് ഓട്ടോയുടെ ഓഹരി 2% താഴോട്ട് പോയി. മാരുതി സുസുക്കിയുടെ വിൽപ്പന അല്പം കുറവായിരുന്നു. ഡിസംബറിൽ 1.25% കുറഞ്ഞു. ഓഹരി വില 0.5% താഴോട്ട് പോയി. മഹീന്ദ്രയുടെ വിൽപ്പന 6% ഉയർന്നു. പക്ഷേ വിപണി പ്രതീക്ഷിച്ചത്രയും വന്നില്ല എന്നതിൻ്റെ പേരിൽ ഓഹരി വില 1.5% താഴോട്ട് പോയി. ടാറ്റ മോട്ടോഴ്സ്, ലെയ്ലാൻഡ്, ഐഷർ തുടങ്ങിയവയുടെ കണക്കുകൾ പുറത്തു വന്നില്ല. ഇതേ തുടർന്ന് ഇവയിൽ ലെയ്ലാൻഡ് 3%, ടാറ്റ മോട്ടോഴ്സ് 2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഐഷർ മോട്ടോഴ്സ് 130 കോടി രൂപയുടെ ഒരു നികുതി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് 2.5% താഴോട്ട് പോയി. ടാറ്റ മോട്ടോഴ്സ് പിന്നീട് റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ വിപണി പ്രതീക്ഷിച്ചത്രയും ഇല്ല, എങ്കിലും വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമല്ലാത്ത ഒരു റിസൾട്ടാണ് ഉണ്ടായത്. വാണിജ്യ വാഹന വിൽപ്പനയിൽ ചെറിയ പുരോഗതിയുണ്ട്. അതുപോലെ യാത്രാവാഹനങ്ങളുടെ വിൽപ്പനയിൽ ചെറിയ വളർച്ചയുണ്ട്. നാളെ ഒരുപക്ഷെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി താഴോട്ട് പോകാൻ ഇത് കാരണമായേക്കാം. ഇന്ന് വിപണിയിൽ, ഇന്ന് മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് വിപണിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് വോഡാഫോൺ ഐഡിയയുടെ ഓഹരി വില. ഈ കഴിഞ്ഞ 2023 5.50 നിന്ന് 16 രൂപ വരെ ഉയർന്ന ഓഹരിയാണത്. ആ ഓഹരി ഇപ്പോൾ 2 ദിവസം കൊണ്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നുമായിട്ട് ഏതാണ്ട് 33% നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച 23%, ഇന്ന് 13% ഉയർന്നു. 39%. വിപണിയെ സംബന്ധിച്ചിടത്തോളം വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ച് ഒത്തിരി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പ്രചരിച്ചിരിക്കുന്ന ഊഹാപോഹമാണ് ഇപ്പോഴത്തെ വലിയ വിലക്കയറ്റത്തിന് കാരണം. വോഡാഫോൺ ഐഡിയയിൽ കേന്ദ്ര സർക്കാരിനുള്ള 33% ഓഹരി അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്ക് വാങ്ങും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കിംവദന്തി.
ഇലോൺ മസ്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും മറ്റ് ഇതാണ് നിർമ്മാതാവാണ്. ഒപ്പം തന്നെ വലിയ സാറ്റലൈറ്റ് ശൃംഖല സ്ഥാപിച്ച് അതുവഴി ഇൻ്റർനെറ്റും മറ്റും ലോകമെങ്ങും എത്തിക്കുന്ന ഇൻ്റർനെറ്റ് മാത്രമല്ല ഡയറക്റ്റ് ടു ഹോം സർവീസും എല്ലാം ഉൾപ്പെടുന്ന വലിയ ഒരു ടെലികോം ഭീമൻ്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ അവരുടെ ഉപഗ്രഹാധിഷ്ഠിത സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് വോഡഫോൺ ഐഡിയയെ വാങ്ങും എന്നാണ് ഏറ്റവും ഒടുവിൽ കാണുന്ന റിപ്പോർട്ടുകൾ. അത് വിശ്വാസ്യത കൂടുതലുള്ളതാണ്. നേരത്തെ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നപ്പോൾ വോഡഫോൺ ഐഡിയയിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ യാതൊരു ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല എന്ന് മാത്രമാണ്. അതേസമയം ഡിസംബർ 31-നകം തങ്ങളുടെ കമ്പനിയിൽ വലിയ മൂലധന നിക്ഷേപത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നു എന്നും അവർ പറയുകയുണ്ടായി. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സൂചന ഇതാണ്. 10-ാം തീയതി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തുന്ന ഇലോൺ മസ്ക് 12-ാം തീയതി മടങ്ങിപ്പോകുന്നതിന് മുമ്പ് സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത സേവനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട കരാറുകളും ഇടപാടുകളുമാകും. അതിൻ്റെ ഭാഗമായിട്ട് വോഡഫോൺ ഐഡിയയെ ഈ മസ്കിൻ്റെ കമ്പനികൾ ഏറ്റെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഗവൺമെൻറ്റിന് ലാഭമാണ്. ഗവൺമെൻറ്റിന് അതിൻ്റെ അകത്തുള്ള ഓഹരികൾ വിറ്റ് കാശാക്കാം. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രൊമോട്ടർമാരായ വോഡഫോൺ PLC എന്ന ബ്രിട്ടീഷ് കമ്പനിക്കും കുമാർ മംഗളം ബിർള ഗ്രൂപ്പിനും ആശ്വാസമാകും. അവർക്ക് വേണമെങ്കിൽ അവരുടെ കുറേ ഓഹരികൾ മസ്കിന് കൈമാറ്റം ചെയ്യാനും സാധിക്കും. ഒപ്പം അതിൻ്റെ വോഡഫോൺ ഐഡിയയുടെ തുടർ വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് കൂടുതൽ പണം മുടക്കാതെ മുന്നോട്ട് പോകാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിച്ചെന്ന് വരാം. അതെങ്ങനെയാണ് അതിൻ്റെ കരാറുകൾ വരിക എന്നുള്ളത് വ്യക്തമല്ല. ഏതായിരുന്നാലും വോഡഫോൺ ഐഡിയയുടെ താഴെ കിടക്കുന്ന ഓഹരികൾ, വളരെ താഴെ കിടക്കുന്ന ഓഹരികൾ വാങ്ങുന്നതിന് ഈ ദിവസങ്ങളിൽ വലിയ ഡിമാൻഡാണുള്ളത്. വലിയ ഫണ്ടുകളും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസും ചില മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെയാണ് വാങ്ങുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2 കോടി 3 കോടി ഓഹരികൾ ഇതിൻ്റേത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയതാണ് റെയിൽവേ ഓഹരികൾ. ആ റെയിൽവേ ഓഹരികൾ ഇന്നും നല്ല ഉയർച്ചയാണ് കാണിച്ചത്. റെയിൽടെൽ കോർപ്പറേഷൻ്റെ ഓഹരി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 27% ഉയർന്നത്. 2-3 റെയിൽവേ ഡിവിഷനുകളിൽ നിന്നുള്ള കോൺട്രാക്റ്റുകൾ റെയിൽടെൽ കോർപ്പറേഷൻ ലഭിച്ചതാണ് ഈ വലിയ ഉയർച്ചയ്ക്ക് കാരണം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് NLCയിൽ നിന്ന്, ഹെവി ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ നിന്ന് വളരെ വലിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 19,422 കോടി രൂപയുടെ ഓർഡർ. ഇതേ തുടർന്ന് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഓഹരി 6% ഉയർന്നു. ഇന്ന് എസ്കോട്ട്സ് കുബോട്ടയുടെ ഓഹരികൾ ഒത്തിരി താഴോട്ട് പോയി. അഗ്രികൾച്ചറൽ മെഷീനറിയും കൺസ്ട്രക്ഷൻ മെഷീനറിയും നിർമ്മിക്കുന്ന കമ്പനിയാണത്. അഗ്രികൾച്ചറൽ മെഷീനറിയുടെ കാര്യത്തിൽ 19% ഇടിവാണ് ഈ ഡിസംബറിൽ ഉണ്ടായത്. അതുപോലെ അതേസമയം കൺസ്ട്രക്ഷൻ മെഷീനറിയുടെ വിൽപ്പനയിൽ 61% ഇടിവുണ്ടായി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓഹരികൾ താഴോട്ട് പോവുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു. അത് സംഭവിച്ചിട്ടുണ്ട്. പഞ്ചസാര മില്ലുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിൽ സി ഹെവി മൊളാസസിൻ്റെ വില ഉയർത്തി. അതുപോലെ എത്തനോളിൻ്റെ വിലയും ഉയർത്തി. സ്വാഭാവികമായിട്ടും ഈ കമ്പനികൾക്ക് വലിയ വരുമാന വർധനയുണ്ടാകും. ഒപ്പം ലാഭവും കൂടും. ബൽറാംപൂർ ചിനി, ശ്രീ രേണുക, ധാംപൂർ ഷുഗർ, ബജാജ് ഹിന്ദുസ്ഥാൻ തുടങ്ങി നിരവധി പഞ്ചസാര കമ്പനികൾ 2 മുതൽ 6 വരെ % ഉയർച്ച കാണിച്ചു. ധാംപൂർ ഷുഗർ നാളെ കഴിഞ്ഞ് ചേരുന്ന ബോർഡ് യോഗത്തിൽ കമ്പനിയുടെ ഓഹരികൾ തിരിച്ചു വാങ്ങുന്നതിനുള്ള തീരുമാനമെടുക്കുന്നുണ്ട്. അതും അതിൻ്റെ ഓഹരി ഉയരാനായിട്ട് കാരണമായി. ജെറ്റ് വിമാനങ്ങളുടെ ഇന്ധനത്തിൻ്റെ വില 4% കുറച്ചതിനെ തുടർന്ന് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിവയുടെ ഓഹരികൾ ഇന്ന് 2%-ലധികം ഉയർന്നു. ആഗോളതലത്തിൽ ചെങ്കടൽ മേഖലയിൽ വീണ്ടും കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ മർസ്ക് എന്ന് പറയുന്ന കണ്ടെയ്നർ കപ്പലുകളുടെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ വലിയ ചരക്ക് കടത്ത് കമ്പനി ആ വഴിക്കുള്ള ഗതാഗതം നിർത്തിവെച്ചു. മറ്റ് ചില കമ്പനികളും ആ വഴി ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് വരാം. സ്വാഭാവികമായിട്ടും ഇത് കപ്പലുകളുടെ ചരക്ക് കടത്ത് കൂലി ഗണ്യമായിട്ട് 25% വർദ്ധിക്കാനിടയാകുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കയറ്റുമതി ബിസിനസ്സുകൾക്ക് വലിയ ക്ഷീണമുണ്ടാകാനും സാധ്യതയുണ്ട്. ഗുജറാത്തിൽ
വൈബ്രൻ്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ഉച്ചകോടി, നിക്ഷേപ ഉച്ചകോടി അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു ഗുജറാത്ത് സർക്കാരിൻ്റെ വക പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് GNFS, GSFC, ഗുജറാത്ത് ഗ്യാസ് തുടങ്ങിയവയുടെ എല്ലാം ഓഹരികൾ 6% ഇന്ന് ഉയർന്നിട്ടുണ്ട്. MRF ലിമിറ്റഡിൻ്റെ ഓഹരി ഇന്ന് 1.3 ലക്ഷം രൂപ വരെ ഉയർന്നു. കഴിഞ്ഞ ജൂണിലാണ് ഈ ഓഹരി 1 ലക്ഷം കടന്നത്. അതിനുശേഷം 30% വർധനയാണ് ഈ ഓഹരിക്കുണ്ടായിട്ടുള്ളത്. വലിയ വിലയുള്ള ഓഹരികൾ വാങ്ങുന്നതിൽ സ്വാഭാവികമായിട്ട് ഒത്തിരി പേര് മടി കാണിക്കാറുണ്ട്. കാരണം അതിലൊക്കെ പെട്ടെന്ന് കയറ്റം പ്രതീക്ഷിക്കാനില്ലെന്ന്. ഇത് 6 മാസം കൊണ്ട് 30% ഉയർച്ച ഈ ഓഹരിക്കുണ്ടായിട്ടുണ്ട്. ഈ ഓഹരി മാത്രമല്ല, നെസ്ലെ തുടങ്ങിയിട്ടുള്ള നെസ്ലെ, 3M തുടങ്ങി പല വലിയ ഓഹരികളെല്ലാം തന്നെ 10,000, 20,000, 30,000 രൂപ വിലയിലുള്ളവയാണ്. ആ ഓഹരികളെല്ലാം ഈ 2023 40% വരെയൊക്കെയുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വിലയുള്ള ഓഹരികളാണ് എന്നുള്ളതുകൊണ്ട് നിക്ഷേപകരത് ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇന്ന് യൂറോപ്യൻ വിപണികളും മറ്റും ഇന്ന് അവധിയിലാണ്. അമേരിക്കൻ വിപണിയും അവധിയാണ്. ഏഷ്യൻ വിപണികൾ മിക്കതും അവധിയിലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ വിപണിയുടെ മാത്രം കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ന് രാത്രിയിലും മറ്റു വിപണികൾ അവധിയിലാകാനാണ് സാധ്യത. സ്വർണം, പെട്രോളിയം, ക്രൂഡ് ഓയിൽ തുടങ്ങിയ വിപണികളും അന്താരാഷ്ട്ര തലത്തിൽ അവധിയിലാണ്. ചുരുക്കം വിപണികൾ, അത്ര വലിയ പ്രസക്തിയില്ലാത്ത ചെറിയ വിപണികൾ മാത്രമേ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. ഏതായിരുന്നാലും അവിടുത്തെ ചലനങ്ങളും നാളെ ഇന്ത്യൻ വിപണിയുടെ ചലനങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാളെ വൈകുന്നേരം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം.